എറണാകുളം ഞാറയ്ക്കലിൽ അഭിഭാഷകരുടെ പിതാവിന് കുത്തേറ്റു. ഗുരുതര പരിക്കേറ്റ മോഹൻദാസ് ചികിത്സയിൽ തുടരുകയാണ്. ഗാർഹിക പീഡന കേസ് ഏറ്റെടുത്തതിലെ പകയാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. ഡാനി പോളുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, കേസ് ഏറ്റെടുത്തത് അഭിഭാഷകനെങ്കിൽ ഇവരെന്തിനാണ് അഭിഭാഷകന്റെ പിതാവിനെ ആക്രമിച്ചതെന്നുള്ള ചോദ്യമുണ്ട്. എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം? എത്ര മണിക്കായിരുന്നു? ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണോ ഈ ഒരു ആക്രമണം നടത്തിയത്? ഹരി, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഇങ്ങനെ ഒരു കുടുംബപരമായ തർക്കം, ഗാർഹികപരമായ ഒരു കേസായിരുന്നു അത്. അപ്പോൾ ഇത് ഈ പരസ്പരം അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ പിടിയിലായിരിക്കുന്നവരും, ഒരു കുടുംബപരമായിട്ടും എല്ലാം തന്നെ അറിയാവുന്നവർ തന്നെയാണ്. പക്ഷേ ഇവർക്ക് മറ്റ് ആക്രമിച്ചവർക്കെതിരെ വേറെയും കേസുകൾ നിലനിൽക്കുന്നുണ്ട്. 2 പേരാണ് വന്നത്, സഹോദരങ്ങളായ 2 പേരാണ്. ഇവർ 2 പേർക്കെതിരെയും ഞാറയ്ക്കൽ പോലീസിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള 2 പേരാണെന്ന് പറയുന്നു. 2 പേർക്കെതിരെയും കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ ഒരാളുടെ ഭാര്യ, അതാണ് കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ അഭിഭാഷകരെ സമീപിക്കുന്നത്. ഈ അഭിഭാഷകർ ഈ കേസ് ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഒരു വൈരാഗ്യം എന്ന രീതിയിലാണ് അവരിവിടേക്ക് എത്തുന്നത്. അഡ്വക്കേറ്റ് ഡോൾഗോവ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സഹോദരി, ഇവർ 3 പേരും അഭിഭാഷകരാണ്. വൈപ്പിൻ മുരുക്കുംപാടത്താണ് ഉള്ളത്. അപ്പോൾ ഇവർ ഈ കേസ് ഏറ്റെടുത്തതിലും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള വൈരാഗ്യമാണ് ഇവരുടെ കുടുംബത്തിലേക്ക് കത്തിയുമായി വന്ന് അത് ഉണ്ടായിരുന്ന ഇവരുടെ പിതാവ് മോഹൻദാസ്, 80 വയസ്സോളം പ്രായമുള്ള മോഹൻദാസിന് നേർക്ക് തീർക്കുകയും ചെയ്തത്. കഴുത്തിലും നെഞ്ചിലും വയറ്റത്തുമാണ് ആഴത്തിലുള്ള കുത്തുകളേറ്റത്. പാൻക്രാസിനടക്കം മാരകമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കിഡ്നി കുത്തേറ്റ ഗുരുതരാവസ്ഥയിലായതാണ് സാഹചര്യം. ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. നേരത്തെ ഹരി ചോദിച്ചതുപോലെ ഇങ്ങനെ ഒരു വക്കാലത്ത് എടുക്കുക, അത് ഈ രീതിയിലേക്ക് അവരുടെ കുടുംബത്തെ ചെന്ന് വെല്ലുവിളിക്കുക, കൊലവിളി നടത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതിൽ ഈ 2 പേർക്കെതിരെയും നേരത്തെയും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് അവരുടെ സാഹചര്യങ്ങൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് ഈ അഭിഭാഷക കുടുംബത്തിന് നേരെ ഇങ്ങനെയൊരു ആക്രമണം നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. മോഹൻദാസിൻ്റെ ഭാര്യ, വയോധികയായ അവർ ഈ അമ്മ ഇവിടേക്ക് എത്തുന്നു. അവർക്ക് നമ്മൾ ഇന്ന് രാവിലെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോഴും അവരെ ഒരു പേടി അവരുടെ കൺമുന്നിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊരു ഭയം അപ്പോഴും അവരെ വിട്ട് മാറിയിട്ടില്ല. കാരണം സ്വന്തം കൺമുന്നിൽ വെച്ചാണ് ഭർത്താവിന് ഇത്ര കണ്ട് മാരകമായി കുത്തി മുറിവേൽപ്പിക്കുന്നത്. ഇപ്പോഴും അവരുടെ വീട്ടുമുറ്റത്ത് ചോരപ്പാടുകളെല്ലാം തന്നെ അവശേഷിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നു. പോലീസ് അന്വേഷണവുമായിട്ട് ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതിനും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനും എല്ലാം തന്നെ കഴിഞ്ഞു. പക്ഷേ നിലനിൽക്കുന്ന ചോദ്യം, ഈ രീതിയിൽ പെരുമാറുന്ന ക്രിമിനലുകളായി ഒരു കൂട്ടം മാറുമ്പോൾ അവരെ കൃത്യമായി തടയിടേണ്ടതുണ്ട്. അഭിഭാഷകർ അവരുടെ ജോലിയാണ് ചെയ്തത്. ഇതുപോലെ വക്കാലത്തെടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യരുത് എന്നതാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അവർ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ജോലി സംബന്ധമായ തീരുമാനമാണ്. ഭീഷണിക്ക് വഴങ്ങാതെ തന്നെ അത് അവർ കേസ് ഏറ്റെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. അതിൻ്റെ പ്രതികാരമാണ് ഇങ്ങനെ തീർക്കുന്നത്. അവരുടെ വയോധികരായ മാതാപിതാക്കൾക്ക് നേരെ തന്നെ തീർക്കുന്നു. ഒരു വേള മോഹൻദാസിൻ്റെ ഭാര്യയ്ക്ക് അവർക്ക് പോലും കുത്തേൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ അതുണ്ടായില്ല. പക്ഷെ മോഹൻദാസിന് മാരകമായ രീതിയിൽ തന്നെയാണ് പരിക്കേറ്റത്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഏതായാലും ഇതിനെതിരെ അഭിഭാഷകരിൽ നിന്ന് ശക്തമായ രീതിയിലേക്ക് ഒരു പ്രതിഷേധവും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. കാരണം ഇത്തരം സാഹചര്യങ്ങൾ പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അമർച്ച ചെയ്യണം എന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒരു പ്രതിഷേധവും കാര്യങ്ങളിലായിട്ടെല്ലാം തന്നെ നീങ്ങിയേക്കാം. ഏതായാലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നത് ആശ്വാസകരം തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം നീങ്ങാൻ പോലീസിന് കഴിയുകയും ചെയ്തു. കേസ് ഏറ്റെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സംഭവം. 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഈ അഭിഭാഷകരുടെ മാതാപിതാക്കൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. അദ്ദേഹം ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണെന്ന് മനസ്സിലാക്കുന്നു. അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. ഉടനടി തന്നെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു. പക്ഷേ ഒരു കേസ് ഏറ്റെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കൊലവിളി നടന്നത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.